ഇന്ന് നമ്മള് വന്ദേ ഭാരത് ാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് വന്ദേ ഭാരതിലുള്ളൊരു യാത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് അറിയാം, നരേന്ദ്ര മോദിയായ നമ്മുടെ പ്രധാനമന്ത്രി കൊണ്ടുവന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ട്രെയിനാണ് വന്ദേ ഭാരത്. അപ്പം നമുക്ക് യാത്രയിലേക്ക് പോകാം. എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്കുള്ള ഒരു ട്രെയിൻ യാത്രാനുഭവമാണ്. പുലർച്ചെ 5:15 ട്രെയിൻ പുറപ്പെടുന്നത്. ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. വന്ദേ ഭാരത് എക്സ്പ്രസിലായിരുന്നു യാത്ര. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയുടെ ആധുനിക റെയിൽവേയുടെ ഒരു അടയാളമാണ്. വൃത്തിയുള്ള പരിസരങ്ങളും സുഖപ്രദമായ ഇരിപ്പിടങ്ങളും വന്ദേ ഭാരതിന്റെ വിശേഷതകളാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ സ്ഥാനം പിടിച്ചു. കൃത്യസമയത്ത് തന്നെ ട്രെയിൻ പുറപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം ദിനപത്രം, കുടിവെള്ളം എന്നിവ തരുകയുണ്ടായി. ട്രെയിനിന്റെ മാർഗനിർദ്ദേശങ്ങൾ, അടുത്ത സ്റ്റേഷൻ എന്നിവയെല്ലാം വളരെ വ്യക്തമായി അനൗൺസ് ചെയ്യുകയുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ ചായയും സ്നാക്സും. ട്രെയിൻ കോട്ടയം ജംഗ്ഷനിൽ എത്തിയ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് നൽകുകയുണ്ടായി. വളരെ വൃത്തിയും രുചികരവുമായിട്ടുള്ള ഭക്ഷണമായിരുന്നു. വളരെ വേഗത്തിലാണ് ഈ ട്രെയിൻ പോകുന്നത്. അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ചെറുതായി ഒന്ന് വിശ്രമിച്ചു. വീണ്ടും ചായയും കോഫിയും അവർ തന്നിരുന്നു. അതും കുടിച്ച് ഒന്നു മയങ്ങിയപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. വന്ദേ ഭാരത് എക്സ്പ്രസിൽ അടുത്ത ഒരു യാത്രയ്ക്കായി കാത്തിരിക്കുന്നു. ഇത് മികച്ച ഒരു അനുഭവമായിരുന്നു. എല്ലാവർക്കും നന്ദി. ബൈ.